ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു. രഹസ്യ കേന്ദ്രത്തിലാണ് ചോദ്യം ചെയ്യൽ. പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. പ്രശാന്ത്, എപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുക്കുന്നത്? തിരുവനന്തപുരത്ത് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടായിരുന്നുവോ? എവിടേക്ക് എത്തിച്ചാണ് ചോദ്യം ചെയ്യൽ എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ? ഇന്നത്തെ ചോദ്യം ചെയ്യലിന്റെ പ്രാധാന്യം കൂടി. പ്രതീക്ഷ, ഈ ശബരിമല കൊള്ളയിൽ അന്വേഷണം പ്രഖ്യാപിച്ച ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അവർ അന്വേഷണം നടത്തി വരികയാണ്. ഈ ഘട്ടത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി, ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇന്ന് രാവിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുളിമാത്തുള്ള വീട്ടിൽ രാവിലെ അന്വേഷണ സംഘം എത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്തു എന്ന വിവരങ്ങളാണ് ലഭിച്ചത്. പക്ഷേ പോറ്റിയെ എവിടെ വെച്ചാണ് ചോദ്യം ചെയ്യുന്നതെന്ന് സംബന്ധിച്ച ഒരു വിവരം അന്വേഷണ സംഘം നൽകിയിട്ടില്ല. തിരുവനന്തപുരത്തോ ഒരുപക്ഷെ പത്തനംതിട്ടയിലോ ആകാനുള്ള സാധ്യതയുണ്ട്. കാരണം പത്തനംതിട്ടയിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഓഫീസ് തുറന്നിരിക്കുന്നത്. മാത്രമല്ല ശബരിമലയിലാണ് ഈ കൊള്ള നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശബരിമല ഉൾപ്പെടുന്ന റാന്നിയിലെ കോടതിയിലാണ് ജൂറിസ്ഡിക്ഷൻ എന്നത്, റാന്നി കോടതിയാണ്. അതുകൊണ്ട് തന്നെ ശബരിമലയിൽ പത്തനംതിട്ടയിൽ എത്തിച്ച് ചോദ്യം ചെയ്യൽ നടക്കുന്നു എന്ന തരത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടി വരും. എന്തായാലും അന്വേഷണ സംഘം രാവിലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അന്വേഷണ സംഘം പോറ്റിയുടെ നീക്കങ്ങൾ നിരന്തരം നിരീക്ഷിച്ചു വരികയായിരുന്നു. മാത്രമല്ല പോറ്റിയുടെ കുടുംബവും ഈ ഒരു അറസ്റ്റ് അല്ലെങ്കിൽ ഒരു കസ്റ്റഡി പ്രതീക്ഷിച്ചിരുന്നു. അവരുടെ കുടുംബാംഗങ്ങളുടെ നീക്കങ്ങളെല്ലാം അത്തരത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ളത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ സംഘം കണ്ടെത്തേണ്ട വിഷയം ഈ കവർച്ച ചെയ്ത സ്വർണം, അതായത് ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണം പൊതിഞ്ഞ പാളിയും അതുപോലെ തന്നെ സ്വർണം പൊതിഞ്ഞ കട്ടളപ്പാളിയും, ഇത് രണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെ കൊണ്ടുപോയി, ആർക്ക് മറിച്ചു വിറ്റു, അല്ലെങ്കിൽ അതെവിടെയാണ്, ഇത് കണ്ടെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം അന്വേഷണ സംഘത്തിന് കോടതിക്ക് 10 ദിവസത്തിനുള്ളിൽ പ്രാഥമിക റിപ്പോർട്ടെങ്കിലും നൽകേണ്ടി വരും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പേരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കേസിലാകെ 10 പ്രതികളാണ്. ഒന്നാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇതിന് പുറമെ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥർ ഈ കേസിൽ പ്രതിയാണ്. അപ്പോൾ ഇവരെല്ലാം ചോദ്യം ചെയ്യലെല്ലാം തന്നെ നടക്കുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നതിനൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട്, ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട് ബന്ധമുള്ളവരെല്ലാവരെയും ഒരുമിച്ച് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. സ്വാഭാവികമായി നാം മനസ്സിലാക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിന് അനുയോജ്യമായിട്ടുള്ള തെളിവുകളെല്ലാം ശേഖരിച്ച ശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് പോറ്റിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് എന്നാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി നിരവധി തവണ, 3 തവണ പ്രത്യേക അന്വേഷണ ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്തിരുന്നു. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒളിവിലായിരുന്നില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ പോറ്റിയെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ അറസ്റ്റിലേക്ക് നീങ്ങേണ്ടി വരും. അല്ലാതെ ചോദ്യം ചെയ്ത് വിട്ടയക്കുക എന്നൊരു നടപടിയിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം പോകുമെന്ന് കരുതാനാകില്ല. കാരണം വളരെ സെൻസിറ്റീവായ കേസാണ്. മാത്രമല്ല തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള സാധ്യതകൾ അന്വേഷണ സംഘം മുന്നിൽ കാണുന്നു. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ എടുക്കുന്നത് അറസ്റ്റ് ഉറപ്പാക്കുന്നതിന് തരത്തിലുള്ള തെളിവ് ശേഖരണം എല്ലാം നടത്തിയ ശേഷമായിരിക്കാം. അതുകൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് വന്നതിന് ശേഷം ദിവസങ്ങൾ കഴിഞ്ഞ് മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘം ഇന്നിപ്പോൾ കസ്റ്റഡിയിലെടുത്തത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചില ലിങ്കുകളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തിയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം സ്വർണം എവിടേക്ക് കൊടുത്തു, ആർക്ക് കൊടുത്തു, ചിത്രത്തിൽ നാഗേഷിന് ആണ് കൊടുത്തത് എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളാണ് ഈ വിജിലൻസ് റിപ്പോർട്ടിലുള്ളത്. ഈ സ്പെഷ്യൽ ടീമിലെ എല്ലാ അംഗങ്ങളും ചേർന്നുകൊണ്ടുള്ളൊരു ചോദ്യം ചെയ്യലിലേക്കായിരിക്കും. കാരണം ആദ്യത്തെ ഒരു ചോദ്യം ചെയ്യലാണ്. അതുകൊണ്ട് ആ പ്രാധാന്യം അനുസരിച്ച് രൂപരേഖ തയ്യാറാക്കി ചോദ്യാവലികളൊക്കെ തന്നെ തയ്യാറാക്കിയുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്കായിരിക്കുമോ പോവുക? പ്രത്യേകിച്ച് നേരത്തെ തന്നെ ഈ വിജിലൻസിനെ സംബന്ധിച്ചോളം വിജിലൻസ് 3 തവണ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സമാനമായ സംഭവത്തിൽ ചോദ്യം ചെയ്തു. അതിൽ മൊഴികൾ രേഖപ്പെടുത്തി. ആ മൊഴികളൊക്കെ തന്നെ ഈ അന്വേഷണ സംഘത്തിന്റെയും കൈവശം ഉണ്ടല്ലോ. ആ നിലയ്ക്ക് ഇന്നത്തെ ചോദ്യം ചെയ്യൽ അധിക സമയമെടുക്കാതെ തന്നെ ഒരു കൃത്യതയിലേക്ക് അടക്കം പോകാൻ കഴിയും SITക്ക് എന്നാണോ നമുക്ക് അനുമാനിക്കേണ്ടത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം കസ്റ്റഡിയിലെടുത്ത് ഉള്ളൊരു അന്വേഷണത്തിലേക്ക് ആയിരിക്കില്ല ആദ്യഘട്ടത്തിൽ തന്നെ പോവുക. കാരണം അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ദ്വാരപാലക ശില്പത്തിന്റെ പാളിയാണെങ്കിലും കട്ടളപ്പാളിയാണെങ്കിലും അഴിച്ചു കൊടുക്കുന്നതിൽ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പങ്ക് വളരെ വ്യക്തമാണ്. അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു, അതുപോലെ തന്നെ മുരാരി ബാബുവിന്റെ പങ്ക് വളരെ വ്യക്തമാണ്. അപ്പോൾ മുരാരി ബാബു അടക്കമുള്ള 2-3 പ്രതികളെ അടക്കം 10 പ്രതികളുണ്ട്. ഇവരിൽ പലരെയും ആദ്യഘട്ടത്തിൽ തന്നെ പോറ്റിക്കൊപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കും. കാരണം പല സംഘങ്ങളായി തിരിച്ചാണ് 2 SP-യുടെ നേതൃത്വത്തിൽ ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നാം പ്രതി ആയതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡിക്ക് വളരെ പ്രാധാന്യമുണ്ട്. ആ കസ്റ്റഡി തീർച്ചയായും ഒരു അറസ്റ്റ്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ
കേവലം ചോദ്യം ചെയ്ത് വിട്ടുകയറ്റുക എന്ന തരത്തിലുള്ള ഒരു കസ്റ്റഡിയിലെടുക്കലാകില്ല എന്ന് തന്നെ. കാരണം അല്ലെങ്കിൽ ഈ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടന്നേനെ. അങ്ങനെ നടപടിയിലേക്ക് പോകാതെ ദിവസങ്ങൾ കാത്തിരുന്ന് തെളിവ് ശേഖരണം കൃത്യമായി നടത്തി ഇനി അവർക്ക് ഈ വിജിലൻസ് റിപ്പോർട്ടിലെ കണ്ടെത്തലിനപ്പുറത്തേക്ക് ഈ ഏറ്റവും പ്രധാനം ശബരിമലയിലെ നഷ്ടമായ സ്വർണം എവിടെ പോയി എന്നുള്ളതാണ്. അത് കണ്ടെത്തുന്നതിനാവശ്യമായ ലിങ്കുകൾ ഉറപ്പിച്ചതിന് ശേഷമാണ് ഈ കസ്റ്റഡിയിലെടുക്കൽ എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ഇന്നിപ്പോൾ രഹസ്യ കേന്ദ്രത്തിലാണ് ഈ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തിരുവനന്തപുരത്ത് ആകാനുള്ള സാധ്യത കുറവാണ് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും അത് സംബന്ധിച്ച ഒരു വിവരങ്ങളും പ്രത്യേക അന്വേഷണ സംഘം നൽകുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട 2019 രണ്ട് പ്രവർത്തികൾ, രണ്ട് കൊള്ളകളാണ്. ആ കൊള്ള എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അത് ബാംഗ്ലൂരുവിലേക്കും ഹൈദരാബാദിലേക്കും എല്ലാം നീളുന്ന തരത്തിലുള്ള കൊള്ളയാണ് നടന്നിരിക്കുന്നത്. നാഗേഷ് എന്ന വ്യക്തിക്കാണ് ഈ ശബരിമല 1998 സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പത്തിന്റെ പാളി 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അഴിച്ചു കൊടുത്തപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അത് കൊണ്ടുപോയത് ഹൈദരാബാദിലേക്കാണ്. അവിടെ നിന്നാണ് ചെന്നൈയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ യഥാർത്ഥ സ്വർണ്ണപ്പാളി നഷ്ടമായി, അതെവിടെ കൊടുത്തു, എങ്ങനെ പോകുന്നു തുടങ്ങിയ കാര്യങ്ങളുണ്ട്. തീർച്ചയായും പ്രശാന്ത് പറഞ്ഞതുപോലെ എത്ര സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിയെടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിലൊക്കെ തന്നെ വ്യക്തത വേണം. ഇപ്പോൾ നേരത്തെ വിജിലൻസിന് മുൻപിൽ നൽകിയ മൊഴി ഇപ്പോൾ SIT ചോദ്യം ചെയ്യുമ്പോൾ മറ്റെന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചോളം പ്രധാന പോയിന്റുകളായി വരേണ്ടതാണ്. അപ്പോൾ കൂടുതൽ സമയമെടുക്കാതെ തന്നെ ഇന്ന് തന്നെ ഇക്കാര്യത്തിൽ, കാരണം പ്രധാനപ്പെട്ട റോൾ ഇന്ന് തന്നെ എന്ന് പറയുമ്പോൾ മറ്റൊരുപാട് കണക്റ്റിംഗ് എവിഡൻസ് പ്രശാന്ത് പറഞ്ഞതുപോലെ ഇതിൽ തേടേണ്ടതുണ്ട്. കാരണം പ്രധാനപ്പെട്ട പ്രതികളെ ലിസ്റ്റ് ചെയ്ത് അവർക്കെതിരെ FIR ഇട്ടിട്ടുണ്ട്, കേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ, വിളിപ്പിക്കലൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും പ്രധാനപ്പെട്ട പ്രതിയിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ ഇനി ഒരു ചോദ്യം ചെയ്ത് വിട്ടയക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കപ്പെടുകയോ ചെയ്യുമോ? അതായത് ഈ കോടതിയിലേക്ക് ഇനി ഒരു മോണിറ്ററിംഗ് സംവിധാനം എന്ന നിലയിൽ ആ ഒരു ടൈം സമയക്രമം അനുസരിച്ചാണെങ്കിൽ 10 ദിവസം കൂടുമ്പോൾ ഇതിൻ്റെ പുരോഗതി കോടതിയെ അറിയിക്കുകയും വേണം. അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇക്കാര്യത്തിൽ ഒരു അപ്ഡേഷൻ ഉണ്ട് എന്ന് കൃത്യമായി കോടതിയെ അറിയിക്കാനുള്ളൊരു സാഹചര്യം കൂടി SITക്ക് വരികയാണോ? തീർച്ചയായും ഒന്നാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അതുകൊണ്ട് തന്നെ പ്രജീഷ് കസ്റ്റഡിയിലെടുക്കൽ ഒരു തെളിവുകൾ കൃത്യമായി ശേഖരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. കാരണം പോറ്റി ചെറിയ ആളല്ല, വലിയ ബന്ധങ്ങളുണ്ട്, വലിയ സ്വാധീനവും പണവും ഉപയോഗിച്ച് പോറ്റി നിയമ പോരാട്ടങ്ങൾ നടത്തും. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. അപ്പോൾ ജാമ്യം അടക്കമുള്ള നടപടികളിലേക്ക് പോയി ജാമ്യം കിട്ടുന്ന പോലുള്ള ഒരു സ്ഥിതിവിശേഷം ഒഴിവാക്കാൻ വേണ്ടിയുള്ള കൃത്യമായ ലൂപ്പ് ഹോളുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു കസ്റ്റഡിയും അറസ്റ്റും തന്നെയായിരിക്കും അന്വേഷണ സംഘം നടത്തുക. കാരണം ഏറ്റവും സെൻസിറ്റീവായ കേസാണ് ശബരിമല എന്നതുകൊണ്ട് തന്നെ ശബരിമലയിലെ സ്വർണ്ണക്കടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒന്നാം പ്രതി ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്ക് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ വളരെ വ്യക്തമാണ്. വിജിലൻസ് റിപ്പോർട്ടിലെ കണ്ടെത്തലുകളെല്ലാം തന്നെ പല മൊഴികളുടെയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ അക്കാലത്തെ രേഖകളുടെയും ഇടപാടുകളുടെയും അടിസ്ഥാനത്തിലാണ്. അതിനപ്പുറത്തേക്ക് ഈ സ്വർണം എവിടെ പോയി എന്നതാണ് ഏറ്റവും നിർണായകമായ കണ്ടെത്തൽ. ആ കണ്ടെത്തലാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തേണ്ടത്. അത് നടത്തുന്നതിന്റെ ഭാഗമായി, അതായത് സ്വർണം ശബരിമലയിൽ നിന്ന് നഷ്ടമായ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി ആർക്ക് കൊടുത്തു, ആരൊക്കെ ചേർന്നത് കവർച്ച നടത്തി, അതിപ്പോഴെവിടെയുണ്ട്, അത് തിരിച്ചു പിടിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അപ്പോൾ അതിലേക്ക് കടക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കയ്യിൽ നിന്ന് വഴുതി പോകാതിരിക്കാനുള്ള എല്ലാ നിയമപരമായ നടപടികളും സ്വീകരിച്ച ശേഷം മാത്രമേ ചോദ്യം ചെയ്യാൻ തന്നെ എടുക്കൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് അറസ്റ്റിന് ഉതകുന്ന തരത്തിലുള്ള തെളിവുകൾ ശേഖരിച്ച ശേഷം മാത്രമാണ് ഈ കസ്റ്റഡിയിലെടുക്കലും ഇപ്പോൾ നടക്കുന്ന ചോദ്യം ചെയ്യലും. ഈ ചോദ്യം ചെയ്യൽ എത്ര മണിക്കൂർ നീളുമെന്ന് ഉറപ്പില്ല. രഹസ്യ കേന്ദ്രത്തിലാണ്. ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അതിൽ ഒരു അവസാനം ഉണ്ടാകുകയുള്ളൂ. അപ്പോഴും ഇത് കോടതിയുടെ കർശന നിരീക്ഷണത്തിലും മറ്റു തരത്തിലുള്ള വിചാരണകൾ പാടില്ല, അതായത് മാധ്യമ വിചാരണ പോലെ അടക്കം ഒന്നും പാടില്ല, പ്രത്യേക അന്വേഷണം പാടില്ല എന്നൊക്കെയുള്ള കോടതിയുടെ നിർദ്ദേശങ്ങളുള്ളതുകൊണ്ട് തന്നെ പ്രത്യേക അന്വേഷണ സംഘവും ഈ പോറ്റിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ വളരെ രഹസ്യമായി തന്നെ സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്നാം പ്രതിയായ പോറ്റി നിയമപരമായും, അതായത് അറസ്റ്റിലായി കഴിഞ്ഞാൽ ജാമ്യം നേടുന്ന അടക്കമുള്ള ശ്രമങ്ങളിലേക്ക് പോകാം. അപ്പോൾ അതെല്ലാം തടയുന്ന രീതിയിലുള്ള തെളിവുകൾ ശേഖരിച്ച ശേഷമുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് തന്നെ നാം അനുമാനിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഇതിൽ ഈ കേസിലെ
പുറത്തേക്കോ അല്ലെങ്കിൽ മറ്റൊരെങ്ങും പോയിട്ടില്ല, താൻ ഒളിവിൽ പോയിട്ടില്ല എന്ന് നമ്മോട് തന്നെ ഏറ്റവും ഒടുവിലായി ഉണ്ണികൃഷ്ണൻ പോറ്റി സമ്മതിച്ച കാര്യമാണ്. ആ സന്ദേശവും നമ്മുടെ കൈവശമുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അവിടെ നിന്നാണല്ലോ ഇന്നിപ്പോൾ ഈ SIT ടീം അദ്ദേഹത്തെ പൊക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഇത്രയും ദിവസം കടന്നുപോയതിൽ എന്തെങ്കിലും ആശങ്കയുണ്ടോ? കാരണം അസ്വാഭാവികത തോന്നുന്നുണ്ടോ? കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചോളം എല്ലാ കാര്യങ്ങളും പഠിച്ച രീതിയിൽ തന്നെ അഭിഭാഷകന്റെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ അഭിഭാഷകന്റെ നിയമസഹായം തേടിയിരിക്കണം. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ കൂട്ടുകച്ചവടം നടത്തിയ ആളുകളുടെയൊക്കെ തന്നെ അവരുമായിട്ടുള്ള ആശയവിനിമയമൊക്കെ ഈ സമയത്തിനുള്ളിൽ നടത്തിയൊക്കെ ഇരിക്കണം. അപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്രത്തോളം തയ്യാറെടുപ്പുകൾ ഒരുപക്ഷെ നടത്തിയിരിക്കണം? പ്രതീക്ഷ പോറ്റി അതിബുദ്ധി കാണിക്കുമെന്നും പോറ്റിയുടെ നീക്കങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കി തന്നെയാകും അന്വേഷണ സംഘവും മുന്നോട്ട് പോകുക. കാരണം ക്രൈംബ്രാഞ്ചിന്റെ ADGP H വെങ്കടേഷിനാണ് ഈ അന്വേഷണത്തിന്റെ ആകെ ചുമതല. 2 SP-മാരുടെ നിരീക്ഷണത്തിൽ വളരെ പ്രഗത്ഭരായ അന്വേഷണ ഉദ്യോഗസ്ഥരാണ് SP-മാരും. അപ്പോൾ പോറ്റി ഈ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതി നിയോഗിച്ചതിന് പിന്നാലെ തന്നെ അന്വേഷണ സംഘം പോറ്റിയുടെ നീക്കങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചു വരിക തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പോറ്റി എവിടെയാണ്, പോറ്റിയുടെ ഓരോ നീക്കങ്ങളും കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ പോറ്റി ആരെയൊക്കെ ബന്ധപ്പെടുന്നു അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായ കേവലം നേരിട്ടുള്ള ഫിസിക്കൽ നിരീക്ഷണത്തിന് അപ്പുറത്തേക്കുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നിരീക്ഷണവും ഈ അന്വേഷണ സംഘം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം സംശയമില്ല. കാരണം അതുകൊണ്ട് മാത്രമാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് മണിക്കൂറുകൾക്കകം വേണമെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംഘത്തിന് കസ്റ്റഡിയിലെടുക്കാം. പക്ഷെ അതല്ല ചെയ്തിരിക്കുന്നത്. കാരണം പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്താൽ ഒരു അറസ്റ്റ് ചെയ്ത് പോറ്റി കയ്യിൽ നിന്ന് ഊരിപ്പോകുന്നതിനപ്പുറത്ത് അത് ഉണ്ടാക്കുന്ന ഒരു ഡാമേജ് അത് ഈ കേസിൽ എത്രത്തോളം വലിയ നഷ്ടമാകുമെന്നത് മനസ്സിലാക്കി തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിച്ചിട്ട് പരമാവധി വിവരങ്ങൾ ശേഖരിച്ച് തെളിവുകൾ പോറ്റിയെ ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള തെളിവുകൾ ശേഖരിച്ച ശേഷം മാത്രമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഈ കസ്റ്റഡി അറസ്റ്റിലേക്ക് തന്നെ നീളും എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇത് ഈ ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് എന്നത് കേവലം കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. കാരണം വിജിലൻസ് അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിലെ ഉള്ളടക്കം നമ്മൾ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായതാണ്. അത് ചെന്നൈയിലേക്കും ഹൈദരാബാദിലേക്കും ബംഗളൂരുവിലേക്കും എല്ലാം ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്നതാണ്. അപ്പോൾ അതിനൊരു ഇന്റർ സ്റ്റേറ്റ് കണക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം തർക്കമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേക അന്വേഷണ സംഘം പരമാവധി പലയിടത്തും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുൻപ് തന്നെ ഇത് പോറ്റിയുമായി ബന്ധപ്പെട്ട ഈ സ്വർണം ദ്വാരപാലക ശില്പത്തിന്റെ പാളിയാണെങ്കിലും കട്ടളപ്പാളിയാണെങ്കിലും കടന്നുപോയ വഴികളിലെല്ലാം തന്നെ നേരിട്ടെത്തിയുള്ളൊരു അന്വേഷണവും തെളിവ് ശേഖരണവും നടത്തിയിട്ടുണ്ടാകും. ആ നടത്തിയതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിലേക്ക് വരുന്നത്. കാരണം പോറ്റിയെ മുന്നിലിരുത്തി ചോദ്യം ചെയ്യുമ്പോൾ ഇത്തരം തെളിവുകളുടെയും അതുപോലെ തന്നെ സാക്ഷിമൊഴികളുടെയും എല്ലാം തന്നെ അടിസ്ഥാനത്തിലാണ് ഒരു ക്വസ്റ്റ്യനെയർ തന്നെ തയ്യാറാക്കുന്നത്. കൃത്യമായും പോറ്റിയെ വലയിലാക്കാനുള്ള കരുക്കളും വലയും വിരിച്ച ശേഷം മാത്രമാണ് ഈ കസ്റ്റഡിയിൽ എടുക്കൽ നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിനെല്ലാം തന്നെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു കാലതാമസത്തിന്റെ വിഷയം നമുക്ക് പറയാനാകില്ല. കാരണം ഒരു ആവേശത്തിൽ ചാടിക്കേറി ഉണ്ണികൃഷ്ണൻ പോറ്റി ഒളിവിലൊന്നുമല്ല, നേരിട്ട് നിൽക്കുമ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് പോറ്റി നിയമപരത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് രക്ഷപ്പെട്ടു പോകുന്നതിനപ്പുറം തീർച്ചയായും അത് ഒഴിവാക്കണം.